അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കാണുന്നത്. ഒന്ന് വന്നിരിക്കുന്നത് ഓർഗാൻസ ഫാബ്രിക്കിൽ വരുന്നതാണ്. പേസ്റ്റൽ ടോൺസിൽ 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. വിത്ത് മെഷീൻ എംബ്രോയ്ഡറി ഹാൻഡ് വർക്കും കൂടെ ചെയ്തു വന്നിരിക്കുന്ന പാറ്റേൺ. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മസൻ സിൽക്ക് ഫാബ്രിക്കിലാണ്. ഇതിൽ 2 കളേഴ്സാണുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ളതാണ്. അത് ബ്ലാക്കിൽ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ്. ഇത് ഇത്രയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ബ്ലാക്കിലുള്ളത് തന്നെ കാണാം. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ കംപ്ലീറ്റ്ലി അജ്രക്കിൻ്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നതാണ്. അപ്പോൾ ഇത് അജ്രക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് വാഷ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഡ്രൈ ക്ലീൻ കൊടുക്കാം വാഷ് ചെയ്യുമ്പം, അല്ലെങ്കിൽ കളർ ഗാർഡ് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇതിലോട്ട് വന്നിരിക്കുന്നത് ഒരു ക്രീമിഷ് ഓഫ് വൈറ്റും അതുപോലെ മെറൂണിൻ്റെയും കൂടെ കോമ്പിനേഷനുള്ള ബ്ലോക്ക് പ്രിൻറ്റുകളാണ്. താഴെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫോയിൽ മിറർ വർക്ക് വരുവാണ്. നമുക്ക് ഈവൻ സ്ലീവിലോട്ട് ബോർഡറായിട്ട് ഉപയോഗിക്കാം. വിത്ത് കാന്ത വർക്കും കൂടിയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് സ്കാറ്റേഡ് ആയിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് വർക്കായിട്ട്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. അടുത്തതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് മൽക്കോട്ടണിലാണ്. മൽക്കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ്റ്സ് തന്നെയാണ് അജ്രക്കിൻ്റെ. അത് ഒരു മെറൂൺ കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് ആയിട്ട് ചുറ്റും ബോർഡറും വന്നിട്ടുണ്ട്. എൻഡിലേക്ക് ടോപ്പിൻ്റെ ഒരു ടോപ്പിലുള്ള മെറ്റീരിയലുള്ള അതേ ബ്ലോക്ക് പ്രിൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എൻഡിലായിട്ട് റണ്ണിങ് സ്റ്റിച്ചസ് കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഒരു ഗോൾഡൻ സാരി വെച്ചിട്ട്. ഇതാണ് ദുപ്പട്ട. ബോട്ടം വന്നിരിക്കുന്ന പ്യുവർ കോട്ടണിൽ മെറൂൺ കളറിലാണ്. ഇതൊരു ഡിസൈനാണ്. അതേപോലെ തന്നെ ഒരു ഡിസൈനും കൂടി ഉണ്ട്, അതേ കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. ബാക്കി പാറ്റേൺ എല്ലാം അതേപോലെ, പ്രിൻറ്റിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡ് ഇതിൽ ദുപ്പട്ട വരുമ്പം അതിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതേ കോമ്പിനേഷൻ മിഡിൽ പോർഷനിലുള്ള മെറൂണിലുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ്. ഈ ഒരു പാറ്റേൺ നല്ല വീതി നീളമുള്ള ദുപ്പട്ടയാണ്. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ. ഇതാണ് ഒരു പാറ്റേൺ. അടുത്തത് മസൻ സിൽക്കിൽ വന്നിട്ടുള്ളതാണ്. ഇതൊരു ഡീപ്പ് ഹെദർ പേർപ്പിൾ ടോണിലോട്ട് വരും. സ്ലാൻഡിങ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റ്സ് വന്നിരിക്കുകയാണ് ഓഫ് വൈറ്റ് കളറിൽ. നെക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഷാർപ്പ് വി നെക്കാണ്. അതിലോട്ട് എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ്. അതും ഹാൻഡ് വർക്കായിട്ട് മിറർ വർക്ക് ഉണ്ട്. അതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറിയാണ്. ബാക്ക് സൈഡും വന്നിരിക്കുന്നത് അതേപോലെ തന്നെ, സെയിം ഫ്രണ്ട് പോർഷൻ പോലെ തന്നെ. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഷിഫോൺ ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ചുറ്റും ടോപ്പിൻ്റെ അതേ ഫാബ്രിക് വെച്ചിട്ടുള്ള ബോർഡറും അതേപോലെ തന്നെ ഗോട്ടാപ്പട്ടിയുടെ ലേസിൻ്റെ ഒരു ബോർഡറും വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൂടെ ചെറിയ ലൈൻസ് വന്നിട്ടുണ്ട്. വീവിങ് ആയിട്ട് ചെറിയ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂണാണ് ഇതിൻ്റെ പെയർ ചെയ്തിരിക്കുന്നത്. അടുത്ത് വരുന്ന ഒരു റെഡിഷ് മെറൂൺ കളറിലാണ്. കുറച്ചൊരു ഡീപ്പായിട്ടുള്ള റെഡിഷ് മെറൂൺ കളറിൽ അതേ പാറ്റേൺ. ദുപ്പട്ട ഇതുപോലെ വരും. പിന്നെ ബോട്ടം. ഇനി നമ്മൾ കാണുന്നത് പേസ്റ്റൽ ടോൺസിലുള്ളതാണ്. അത് വന്നിരിക്കുന്ന ഷെയ്ഡ്, ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഓഷ്യൻ ബ്ലൂ കളർ, ലൈറ്റ് ഓഷ്യൻ ബ്ലൂ ആണ്. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഓൾറെഡി റൗണ്ട് നെക്കിൽ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ എംബ്രോയ്ഡറി മൾട്ടി കളർ ത്രെഡ് ഉപയോഗിച്ച് മെഷീൻ വർക്ക് ചെയ്തിട്ട് പിന്നെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഷുഗർ ബീഡ് വർക്ക് ഹാൻഡ് വർക്കായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ടിലും സെൽഫായിട്ടുള്ള കളർ വെച്ചിട്ട് സ്കാറ്റേഡ് ആയിട്ട് ചെറിയ മോട്ടീവ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഷുഗർ ബീഡ്സ് വെച്ച് തന്നെയാണ്. പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. ദുപ്പട്ട കുറച്ചുകൂടെ ഹെവി ആയിട്ട് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ആയിട്ട് വന്നിരിക്കുകയാണ്. ദുപ്പട്ടയുടെ ഫാബ്രിക്കും സെയിം തന്നെയാണ്. ടോപ്പിൻ്റെ അതേ മെറ്റീരിയൽ ഓർഗാൻസ. പിന്നെ അതിൽ എംബ്രോയ്ഡറി ചെയ്തെടുത്തിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഒരു ബഞ്ചസ് ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത്. ചുറ്റും ലേസും സെയിം കളറിൽ ഡൈ ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂണാണ്. ഇനി അടുത്ത ഷെയ്ഡ് ഇതിൽ വരുന്നത് പിസ്ത ഗ്രീൻ. നെക്കിലുള്ള വർക്ക് എല്ലാത്തിലും ഒരുപോലെയാണ്. പിന്നെ അതിൻ്റെ ദുപ്പട്ട, ബോട്ടം. അടുത്ത ഷെയ്ഡ് വരുമ്പോൾ ഒരു ലൈറ്റ് ലൈലാക്ക്. ദുപ്പട്ട, ഇതിൻ്റെ ബോട്ടം. ലാസ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ ഒരു പീച്ച് കളറാണ്, ലൈറ്റ് പീച്ച്. ഓർഗാൻസ അത്യാവശ്യം നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഓർഗാൻസ ഫാബ്രിക്കാണ് കേട്ടോ. ഈ ഒരു ഒതുക്ക് ഇതിനുണ്ട് ദുപ്പട്ടയാണെങ്കിലും. പിന്നെ ബോട്ടം.